അച്ഛൻ, കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, കൊച്ചുമക്കളെ, ഇന്ന് ഈ വിശുദ്ധ ഭാരം നമ്മൾ ആചരിക്കുന്നത് മാർച്ച് മാസത്തിലാണ്. സാധാരണ മാർച്ച് മാസത്തിൽ വളരെ ചുരുക്കത്തിൽ മാത്രമേ വിശുദ്ധ ഭാരം വരാറുള്ളൂ. മാർച്ച് മാസം നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ്. മാർച്ച് 8 ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ്. അതിനുപരിയായിട്ട് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 25 വചനത്തിൻ്റെ ദിവസമാണ്. അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് മാർച്ച് മാസം എന്ന് പറയുന്നത്. ഇന്ന് സ്ത്രീകൾ എല്ലാ രംഗങ്ങളിലും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ്. സ്ത്രീപക്ഷ രചനകൾ, സ്ത്രീപക്ഷ സിനിമകൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതായ റിസർവേഷൻ, അങ്ങനെ എല്ലാ രംഗത്തും സ്ത്രീകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീപക്ഷവാദിയായ ഒരു മനുഷ്യൻ അഥവാ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ ആരുടെ പേരായിരിക്കും പറയുക? ഞാൻ സ്ത്രീകളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. യേശു ക്രിസ്തു എന്നാണ് അവർ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. യേശു എങ്ങനെയാണ് സ്ത്രീപക്ഷവാദിയായത്? അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രാധാന്യത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി യേശു ചെയ്തതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ സംക്ഷിപ്തമായിട്ട് ഇവിടെ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബൈബിളിൻ്റെ ഒരു സാങ്കത്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത് പുരുഷനാണ്. പക്ഷെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച ആ ഒരു വെളിപ്പാട് ഉണ്ടാകുന്നത് ഒരു കുടുംബത്തിലെ സ്ത്രീക്കാണ് എന്നുള്ളതിനടുത്ത് തുടങ്ങുന്നു. സ്ത്രീക്ക് ദൈവം കൊടുക്കുന്ന പ്രാധാന്യം. അങ്ങനെ ആ പൈതൽ ജനിച്ചു. അവൻ ജ്ഞാനസമ്പൂർണനായി വളർന്നു. അവൻ 30 വയസ്സായപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിച്ചേർക്കുവാനായിട്ട് തുടങ്ങി. ഒരു രഹസ്യം കന്യാമറിയാമിനും യേശുവിനും മാത്രം അറിയാം, അത് താൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നുള്ളതായ കാര്യം. പക്ഷേ അവൻ തൻ്റെ ദൈവത്വം നാളിതുവരെ ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുക അഥവാ പരസ്യ ശുശ്രൂഷ തുടങ്ങുക എന്ന് പറഞ്ഞാൽ താൻ തൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ട് മരുഭൂമിയിലെ ആ കൊടും വേനലിൽ കൊടും ചൂടിൽ അലഞ്ഞു തിരിയുക എന്നുള്ളതാണ്. അവനവിടെ കുടിക്കുവാൻ വെള്ളമില്ല, ഭക്ഷിക്കുവാൻ വേണ്ട ഭക്ഷണമില്ല, വേണ്ടത്ര വസ്ത്രമില്ല, തലചായ്ക്കാൻ ഒരു കൂരയില്ല. അങ്ങനെ നീണ്ട സഹനത്തിൻ്റെ യാത്രയാണ്. അത് എത്ര നാൾ എന്ന് മറിയാമിന് അറിയില്ല. പക്ഷെ ഒന്നറിയാം, അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഒരു നീണ്ട സഹനവും പീഡനവും ന്യായവിധിയും പിന്നെ ഒരു ക്രൂശ് മരണവുമാണ്. തൻ്റെ മകനൊരു ബലിക്കുഞ്ഞാടാണ് എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്ന് പോകുന്നതിന് തുല്യമാണ്. അവൻ എന്നാണോ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് അന്ന് മുതൽ അവൻ കുരിശിലേക്കുള്ളതായി യാത്ര ആരംഭിക്കുകയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര എത്രത്തോളം വൈകിപ്പിക്കുക എന്നുള്ളതായിരിക്കും അവളുടെ താല്പര്യം. അപ്പോൾ യേശുവിൻ്റെ ജീവിത ലക്ഷ്യത്തിന് ഏറ്റവും പരമപ്രധാനമായ ദിവസം എന്ന് പറയുന്നത് അവൻ തൻ്റെ ദൈവത്വം മനുഷ്യർക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നതായ ദിവസം ആണ്. കാരണം ആ ദിവസം മുതൽ അവൻ്റെ പീഡനം ആരംഭിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് യേശു തമ്പുരാനെയും ശിഷ്യന്മാരെയും കാനായിലെ കല്യാണത്തിന് ക്ഷണിക്കുന്നു. അവിടെ വെച്ച് കന്യകമറിയാം ഒരു കാര്യം മനസ്സിലാക്കുന്നു, അവർക്ക് അവിടെ വീഞ്ഞില്ലായിരുന്നു. ദൈവാത്മ പ്രചോദിതയായി അവൾ തീരുമാനിക്കുന്നു, ഇത് തന്നെയാണ് ഏറ്റവും പറ്റിയ അവസരം, ഇത് തന്നെയാണ് ഏറ്റവും പറ്റിയ സമയം അവൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ആ ദിവസത്തെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നത് വിശുദ്ധ കന്യകമറിയാമാണ്. അവൻ തൻ്റെ മകനെ സമീപിച്ചിട്ട് പറഞ്ഞു, മകനെ അവർക്ക് വീഞ്ഞില്ല. യേശു അത്ഭുതപ്പെട്ടു പോയി. എന്താണ് കന്യകമറിയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൻ മനസ്സിലായി. അവൻ പറഞ്ഞു, ഐ ആം നോട്ട് റെഡി, എൻ്റെ സമയം വന്നിട്ടില്ല. പക്ഷേ കന്യകമറിയാം എടുത്ത തീരുമാനം അത് നിർണായകമായിരുന്നു. അവൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പരിചാരകരോട് പറഞ്ഞു, അവൻ എന്താണ് കൽപ്പിക്കുന്നത് അതുപോലെ ചെയ്യുക എന്ന്.
അതിൻ്റെ അർത്ഥം ഇതാണ്: മകനെ, നിന്റെ അനിവാര്യമായ, നിന്റെ നിർണായകമായ ആ ദിവസം വന്നു കഴിഞ്ഞു. നീ നിന്റെ ന്യായവിധിയിലേക്കും പീഡനത്തിലേക്കും ക്രൂശുമരണത്തിലേക്കും പ്രവേശിച്ചു കൊള്ളുക എന്നുള്ളതായിരുന്നു ആ വാചകത്തിൻ്റെ അർത്ഥം. യേശു പിന്നെ ഒന്നും ആലോചിച്ചില്ല. തൻ്റെ മാതാവിൻ്റെ ആ തീരുമാനത്തിന് അവൻ വഴിപ്പെടുകയും പരിചാരകരോട് കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ വെള്ളം ആശീർവദിച്ചതായോ ദൈവത്തിന് മുൻപിൽ സമർപ്പിച്ചതായോ വിശുദ്ധ ബൈബിളിൽ കാണുന്നില്ല. അത് പ്രശസ്ത സാഹിത്യകാരനായ വോൾട്ടയർ എങ്ങനെയാണ് പറയുന്നത്: വാട്ടർ സീ ഹിസ് ലോഡ് ആൻഡ് ബ്ലഷ്. ദൈവം തൻ്റെ പിതാവിനെ കണ്ടു, സ്വയം കലങ്ങി വീഞ്ഞ എന്നാണ്. യേശു പറഞ്ഞു, ഇത് നിങ്ങൾ വിളമ്പിക്കൊള്ളുകയും. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ തീരുമാനം തൻ്റെ മാതാവ് എടുക്കുമ്പോൾ അതിന് വഴിപ്പെട്ടുകൊണ്ട് തൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നുള്ള കൽപ്പനയ്ക്ക് യേശു ക്രിസ്തു അടിവരയിടുകയായിരുന്നു. ഈ സംഭവം നമുക്ക് ഒരു പുതിയ ആധ്യാത്മിക വീക്ഷണം പകർന്നു തരുമ്പോൾ നാം നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങൾ നാം എടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക്, അത് ഭാര്യയ്ക്കാവട്ടെ ഭർത്താവിനാകട്ടെ, അവരുടെ തീരുമാനങ്ങൾക്ക് നാം എത്രത്തോളം പ്രാധാന്യം കൊടുക്കാറുണ്ട് എന്ന ഒരു ചിന്താഗതിയോടുകൂടി ഈ ഭാഗത്തിൽ നിന്നും ഞാൻ മാറുകയാണ്. യേശുക്രിസ്തു പിന്നീട് ഇരിക്കുന്നത് ഒരു ദേവാലയത്തിന് നടുവിലാണ്. അവിടേക്ക് വ്യഭിചാര മധ്യയെ പിടിച്ചുകൊണ്ട് വന്ന ഒരു സ്ത്രീയെ കൊണ്ടുവരും. പരീശന്മാർക്കും മേലാളന്മാർക്കും ഒരൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ: ഒന്ന്, യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുക എന്നുള്ളത്. വ്യഭിചാര മധ്യയാണ് അവളെ പിടിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ഒരാളെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. വ്യഭിചാരം എന്ന കർമ്മം രണ്ടുപേർ ചേർന്ന് നിർവഹിക്കുന്നതാണ്. ദ കോ അക്യൂസ്ഡ് ഈസ് ആബ്സെന്റ്. രണ്ടാം പ്രതി അതിനകത്തില്ല. അപ്പോൾ തികച്ചും പക്ഷപാതപരമായ പെരുമാറ്റ രീതിയിലൂടെയാണ് ഈ സ്ത്രീയെ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത്. യേശുക്രിസ്തു ആ സ്ത്രീയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ ശരീരമാകെ ചതഞ്ഞ് അവിടെ ഇവിടെ തിണർത്തിരിക്കുന്നു. അവളുടെ മുടിയാകെ ഉലഞ്ഞ് വസ്ത്രങ്ങൾ കീറിയിരിക്കുന്നു. ആ സ്ത്രീയുമായിട്ട് താതാത്മ്യപ്പെടുന്ന ഒരൊറ്റ സ്ത്രീ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ പരിചയത്തിനുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, അത് അവൻ്റെ അമ്മയായി. അവൻ നിലത്ത് കുനിഞ്ഞിരുന്ന് എഴുതി എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് എഴുതിയത് എന്ന് പറഞ്ഞിട്ടില്ല. പലരും പറയുന്നു മറിയാം എന്നായിരിക്കും, കരുണ എന്നായിരിക്കും, അല്ലെങ്കിൽ ദയ എന്നായിരിക്കും എഴുതിയത് എന്ന് പറയുന്നു. ഞാൻ പറയുന്നു എഴുതിയത് മറ്റൊന്നുമല്ല, അമ്മ എന്നായിരിക്കും. കാരണം അതുപോലെ ആ സ്ത്രീയുമായി താതാത്മ്യപ്പെടുത്താവുന്ന വേറൊരു സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലില്ല. കല്യാണം കഴിക്കുന്നതിന് മുൻപേ ഗർഭിണിയായ സ്ത്രീ. അവൾ തൻ്റെ ബന്ധുക്കാരിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും മറ്റു പരിചയക്കാരിൽ നിന്നും വെറുക്കപ്പെട്ടു. അവൾ നിഷ്കാസിതയാവുകയും കുറ്റപ്പെടുത്തലിന് വിധേയയാവുകയും മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമാവുകയും ചെയ്തു. അവസാനം ഒരു കൊച്ചു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പോലും ഈ കുട്ടി ആരുടെ എന്ന് പറയുവാൻ പോലും കഴിയാത്ത വണ്ണം പരിഹസിക്കപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു കന്യകമറിയാം. ആ കന്യകമറിയാമിന് പരിചയമുള്ളത് കൊണ്ട് തന്നെ ഈ നിൽക്കുന്നതായ സ്ത്രീയുടെ ദുഃഖത്തെയും അവളുടെ പരിദേവനത്തെയും അവളുടെ പരിഹാസ ചിത്രത്തെയും കുറിച്ച് വ്യക്തമായ ബോധമുള്ളതായ യേശുക്രിസ്തു വല്ലാത്ത ഒരു സന്നിഗ്ധ ഘട്ടത്തിലായി മാറി. കാരണം പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ളതായ ഒരു കൺഫ്ലിക്റ്റ് യേശുക്രിസ്തുവിൻ്റെ മനസ്സിലുണ്ടായി. പഴയ നിയമം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നതായ സ്ത്രീകളെ നഗര കവാടത്തിൽ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അതല്ല. കുറ്റത്തെയും കുറ്റവാളിയെയും ഏറ്റെടുത്തുകൊണ്ട് ആ കുറ്റവാളിയെ റിഫോം ചെയ്യുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ സംഹിത എന്ന് പറയുന്നത്. പക്ഷേ ഈ പഴയ നിയമത്തിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു പുതിയ നിയമ ധാർമ്മികതയിലേക്ക് കൈയെത്തിപ്പിടിക്കുന്നതിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നാം ഇവിടെ കാണുന്നത്. യേശുക്രിസ്തു അവിടെ കൂടി നിന്നവരോട് പറഞ്ഞു, അവർ കൈകളിൽ കല്ലുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റോണിങ് ഓഫ് ഷൊറയ എന്ന് പറയുന്ന ഒരു ഇറാനിയൻ ഫിലിമുണ്ട്. അതിൽ വ്യക്തമായിട്ട് എത്തരത്തിലാണ് ഇത് കല്ലെറിയുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. ഓരോ കുടുംബത്തിൻ്റെയും മാഹാത്മ്യവും ചരിത്രവും അനുസരിച്ച് എറിയുന്നതിനുള്ളതായി കല്ലുകൾ നിശ്ചയിക്കപ്പെടും. വലിയ കല്ലുകളല്ല, ചെറിയ ചെറിയ കല്ലുകളാണ്. കാരണം ഈ ഇര ഏറ്റവും അവസാനം മാത്രമേ മരിക്കാവൂ. എല്ലാവരും കല്ലെറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഇര മരിക്കാവൂ. അതിനു വേണ്ടിയിട്ട് മൂത്തവർ മുതൽ ഇളയവർ വരെ കല്ലുകളുമായിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. യേശുക്രിസ്തു അവരെ കൂടിയിരുന്നവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്ന്.
ആദ്യം എന്ന് പറയുന്നത് ഏറ്റവും അണ്ടർലൈൻ ചെയ്ത് നാം മനസ്സിലാക്കേണ്ടതായ വാക്കാണ്. കാരണം ആ വാചകം കേട്ടപ്പോൾ കൂടി നിന്നവരെല്ലാം ഞെട്ടിമറിച്ചു. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ. ആദ്യം കല്ലെറിയുക എന്ന് പറയുന്ന ആ സംഭവം നടക്കുന്നത് തൻ്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ഒരുത്തൻ്റെ മുൻപിലാണ്. ഞാൻ കല്ലെറിയാനായിട്ട് കൈപൊക്കിയാൽ അപ്പോൾ യേശു ക്രിസ്തു ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കും. അവൻ ചെയ്ത പാപങ്ങൾ ഒരു കണ്ണാടിയിൽ എന്ന പോലെ അവൻ്റെ മുൻപിൽ തെളിഞ്ഞു വരും. അവർ മൂത്തവർ മുതൽ ഇളയവർ വരെ കുറ്റബോധത്താലോ സ്വയം വിചിന്തനത്താലോ അവിടെ നിന്നും പിരിഞ്ഞു പോകുന്നതായി യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തു എഴുതിക്കൊണ്ടിരുന്നിടത്തു നിന്നും അവളുടെ മുഖത്തേക്ക് വീണ്ടും നോക്കി. ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് അവളോട് ഇങ്ങനെ പറഞ്ഞു. അതാണ് യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ ധാർമ്മികത എന്ന് പറയുന്നത്. നിന്റെ പാപത്തെയും നിന്നെയും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നീ പോയിക്കൊള്ളുക, ഇനി മേലാൽ പാപം ചെയ്യാം. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് എമ്പതി എന്ന് പറയുന്നത്. അഥവാ ആ സ്ത്രീയായി കണ്ടുകൊണ്ട് അവളുടെ ദുഃഖത്തെ ഏറ്റെടുത്തുകൊണ്ട് എമ്പതറ്റിക്കലായിട്ട് ആ സ്ത്രീയോട് പെരുമാറുവാനുള്ളതായ ഒരു ചിത്രമാണ് യേശു ക്രിസ്തു അവിടെ നൽകുന്നത്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യേശു ചെയ്തതായി ഏറ്റവും വലിയ കാര്യം ഇതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം വ്യഭിചാരം എന്ന കുറ്റത്തെ ഡിഫൈൻ ചെയ്യുന്നത് യേശു ക്രിസ്തു മാറ്റിമറിക്കുകയാണ്. വ്യഭിചാരം എന്ന് പറയുന്നത് ഈ പ്രക്രിയയല്ല എന്ന് ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുന്നു. അതിൻ്റെ ഡെഫിനിഷൻ മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ ലെജിസ്ലേഷൻ യേശു ക്രിസ്തു കൊണ്ടുവരികയാണ്. അതെങ്ങനെയാണ്? നിങ്ങളിൽ മോഹം കൊണ്ട് സ്ത്രീയെ നോക്കുന്നവൻ പോലും വ്യഭിചാരം ചെയ്യും. എന്തൊരു വലിയ ഒരു നിയമമാണ് യേശു ക്രിസ്തു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ലെജിസ്ലേറ്റ് ചെയ്യുന്നത് എന്ന് നാം ആലോചിക്കുക. നിങ്ങൾ സ്ത്രീയെ ആസക്തിയോടെ നോക്കിയാൽ പോലും നിങ്ങൾ വ്യഭിചാരം ചെയ്തിരിക്കും. ഞാൻ പറയാം, ലോകത്തിൽ ഇതുവരെ ഒരു നിയമവ്യവസ്ഥയിലും ഇത്തരത്തിലൊരു നിയമമില്ല. ഇനി എത്ര കാലം കഴിഞ്ഞാലും ഇതുപോലൊരു നിയമം സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാവുകയില്ല. കാരണം ഓരോ കുറ്റകൃത്യത്തിനും 2 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡാണുള്ളത്. അതിൽ 511 നിയമങ്ങളാണുള്ളത്. ഈ 511 നിയമങ്ങളിലും എല്ലാ നിയമങ്ങളിലും 2 ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാവും. ഒന്ന് ആക്ടസ് റിയസ് ആൻഡ് ദ അതർ വൺ ഈസ് മെൻസ് റിയ. ഒന്ന് ആക്ടസ് റിയസ്, ദി അതർ വൺ ഈസ് മെൻസ് റിയ. ആക്ടസ് റിയസ് എന്ന് പറഞ്ഞാൽ ആ കുറ്റപ്രവൃത്തിയാണ്. മെൻസ് റിയ എന്ന് പറഞ്ഞാൽ ആ കുറ്റം ചെയ്യുവാനുള്ളതായ മനോഭാവം. ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. നമ്മളൊരു ബസ്സിലൂടെ യാത്ര ചെയ്യുകയാണ്. ഞാനിരിക്കുന്ന ബസ്സിന് മുൻപിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ കഴുത്തിൽ 5 പവൻ്റെ ഒരു മാല കിടക്കുന്നു. ആ മാല വേറെ ആരും കാണാതെ ഞാനിങ്ങനെ പൊട്ടിക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ആക്ടസ് റിയസ്. ആ പൊട്ടിക്കുന്നത് അത് മോഷണം ചെയ്യണമെന്ന ഉദ്ദേശം എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. ദാറ്റ് ഈസ് കോൾഡ് മെൻസ് റിയ. ഞാനൊരു വ്യക്തിയെ ഒരു കത്തിയെടുത്ത് കുത്തുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ആക്ടസ് റിയ. ആ കുത്തുന്നത് അവനെ പരിക്കേൽപ്പിക്കുവാനോ അതല്ല എങ്കിൽ അവനെ കൊല്ലുവാനുമാണ്. ദാറ്റ് ഈസ് കോൾഡ് മെൻസ് റിയ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ, ഇത് രണ്ടും പ്രൂവ് ചെയ്താൽ മാത്രമേ ഏതൊരു നിയമവ്യവസ്ഥയിലും ഒരാളെ ശിക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആക്ടസ് റിയസ് കൊണ്ട് മാത്രം ഒരാളെ ശിക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. വീണ്ടും നമുക്ക് ബസ്സിലേക്ക് പ്രവേശിച്ചാൽ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നു. ഞാൻ മറിഞ്ഞൊരു സ്ത്രീയുടെ മേലിലേക്ക് വീഴുന്നു. സ്ത്രീയുടെ മാല പൊട്ടിപ്പോകുന്നു. അവിടെ എന്നെ ശിക്ഷിക്കാൻ കുഴപ്പമില്ല. കാരണം ഐ ഹാവ് നോ മെൻസ് റിയ. ആ മാല മോഷണം ചെയ്യണമെന്ന ഒരു ഉദ്ദേശം എനിക്കില്ല. ഒരു ഡോക്ടർ ഒരു രോഗിയുടെ മേൽ കത്തി വെച്ചിട്ട് തീർന്നു. ദർ ഇസ് നോ ഒഫൻസ്. കാരണം ഡോക്ടർക്ക് ആ രോഗിയെ പരിക്കേൽപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ആ രോഗിയെ കൊല്ലണമോ എന്നുള്ള ഒരു ആഗ്രഹമില്ല. സോ both should be there. Both actus reus and mens reus should be there. Then only he can be punished. ഇനി മെൻസ് റിയ മാത്രമായാലോ? വീണ്ടും ഞാൻ ആ ബസ്സിലേക്ക് വരികയാണ്. ബസ്സിൽ ഞാൻ ഇരിക്കുകയാണ്. എൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. ആ സ്ത്രീയുടെ കഴുത്തിൽ 5 പവൻ്റെ മാല. ആ മാല പൊട്ടിക്കണമെന്ന തീവ്രമായ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഞാനൊന്നും ചെയ്യുന്നില്ല. ഇവർക്ക് എത്ര ഗ്രേവായിരുന്നാലും, എത്ര സിവിയറാണ് എൻ്റെ ആഗ്രഹം എന്നിരുന്നാൽ കൂടിയും എന്നെ ശിക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം എൻ്റെ ഉള്ളിൽ ആ ഒരു ത്വര, ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലൊരു കത്തി പുതിയതായിട്ട് വാങ്ങി സൂക്ഷിക്കുകയാണ്. അയൽവക്കക്കാരുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കണം എന്ന ആഗ്രഹത്തോടെ. പക്ഷേ ആ കത്തി വീട്ടിലിരിക്കുന്നതല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ല. മെൻസ് റിയ അലോൺ ഷാൽ നോട്ട് ബി പണിഷ്ഡ്. എത്ര ദൈവമായി നാം ആഗ്രഹിച്ചാലും അയാളെ ഒന്ന് പൊറുക്കാത്തോടത്തോളം കാലം എന്നെ ശിക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ യേശു ക്രിസ്തു പറയുന്ന ഈ നിയമം നോക്കുക. ഇവിടെ മെൻസ് റിയ മാത്രമേ ഉള്ളൂ.
ഒരു സ്ത്രീയെ ആസക്തിപൂർവ്വം നോക്കിയാൽ ദാറ്റ്സ് മെൻസറിയ. വ്യഭിചാരം എന്ന പ്രക്രിയ വേണ്ട, അത്രത്തോളം ആയാൽ പോലും അവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന വളരെ നൂതനമായ, വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു നിയമമാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് യേശു ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരം ഒരു നിയമം ഒരു നിയമവ്യവസ്ഥയിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, ഈ മെൻസറി അളക്കുവാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ഒരാൾ ആസക്തിയോടെ ആണോ നോക്കുന്നത് എന്ന് വിവേചിച്ചറിയുവാൻ, ഹൃദയവിചാരങ്ങളെ കാലിബ്രേറ്റ് ചെയ്യുവാൻ നമ്മുടെ നിയമവ്യവസ്ഥയിൽ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായ നിയമമാണ് യേശുക്രിസ്തു ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. വീണ്ടും യേശുക്രിസ്തു മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു ചിത്രത്തിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാം. പുരുഷാരം മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ കൂടെയുണ്ട്. ആ സമയത്ത് കനാന്യ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ വരുന്നു. സംഭവം വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്കറിയാം ആ സംഭവം. അവളുടെ മകളുടെ രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ് അവൾ കൂടിയിരിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞ് നടക്കുകയല്ല. കാരണം എന്താണ്? ഞാൻ ഇസ്രായേലിലെ കാണാതെ പോയ കുഞ്ഞാടുകൾക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്നതാണ്, എൻ്റെ അപേക്ഷ പരിഗണിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ സ്ത്രീ പിൻവാങ്ങുന്നില്ല. അവൾ വീണ്ടും വീണ്ടും തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് കേണ അപേക്ഷിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, മക്കൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ആ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ലല്ലോ. ഉടനെ ആ സ്ത്രീ തിരിച്ചടിച്ചു. എന്താണ് പറഞ്ഞത്? യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ കൊണ്ട് ആരാണ് നായ്ക്കുട്ടികളും ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു തോറ്റുപോയി. പണ്ടൊക്കെ ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ളൊരു ചോദ്യമാണ്, യേശു ക്രിസ്തുവിനെ യുക്തിവാദത്തിൽ തോൽപ്പിച്ച സ്ത്രീയുടെ പേര് എഴുതുക. കാനാന്യ സ്ത്രീ എന്ന് എഴുതി കഴിഞ്ഞാൽ 10 മാർക്ക്. പക്ഷേ ഇവിടെ യേശു ക്രിസ്തു തോറ്റതായിട്ടല്ല എനിക്ക് തോന്നുന്നു. യേശു ക്രിസ്തു ഈ സ്ത്രീയെ ജയിപ്പിക്കുകയായിരുന്നു. എങ്ങനെയാണ് ജയിപ്പിച്ചത്? നമുക്ക് വീണ്ടും വേറൊരു സന്ദർഭത്തിലേക്ക് കടക്കാം. ഞാൻ ഈ റോഡിലൂടെ എൻ്റെ കാർ ഓടിച്ച് ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് പിറകിൽ ഒരു പ്രൈവറ്റ് ബസ് വന്നു വല്ലാതെ ഓണടിക്കുകയാണ്. കാരണം ഞാൻ സൈഡ് കൊടുത്താൽ മാത്രമേ പ്രൈവറ്റ് ബസ്സിൽ കയറി പോകാനായിട്ട് സാധിക്കൂ. ഞാൻ പറയും നടക്കുകയല്ല, ഞാൻ പോയിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വെട്ടിച്ച് പാളിച്ചും ഈ ഇടുങ്ങിയ റോഡിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പോയാൽ ഞാൻ ജയിക്കും, യാതൊരു സംശയമില്ല. പക്ഷെ നാം കുറച്ച് വിശാലമായിട്ട് ചിന്തിച്ചാൽ അതെങ്ങനെയായിരിക്കും? കാരണം ഞാൻ ഈ കാർ ഓടിച്ച് പോയാൽ ഞാൻ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂ. പക്ഷെ ഞാനൊന്ന് പിൻവാങ്ങിയാൽ, ഞാനൊന്ന് സൈഡ് കൊടുത്താൽ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന 53 പേർക്കും അവരുടെ ലക്ഷ്യത്തെത്തുവാനായിട്ട് സാധിക്കും. ചിലർ ഓഫീസിൽ പോകുന്നവരായിരിക്കും, മറ്റു ചിലർ ആശുപത്രിയിൽ പോകുന്നവരായിരിക്കും, മറ്റു ചിലർ മറ്റ് രോഗികളായവരെ സന്ദർശിക്കാനായിട്ട് പോകുന്നവരായിരിക്കും. 53 പേരുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ പിൻവാങ്ങുകയാണ്. ഇവിടെ ജയിക്കുന്നവരാണ്. ഇവിടെ ജയിക്കുന്നത് ഞാൻ തന്നെയാണ്. കാരണം അവരെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിൻവാങ്ങുന്നത്. അല്ലെങ്കിൽ ഞാനൊന്ന് സൈഡാകും. നാം ജീവിതത്തിൽ ഓർത്തു വെക്കേണ്ടതായ ഒരു കാര്യം ഇതാണ്, എല്ലാ മത്സരങ്ങളും നമുക്ക് ജയിക്കാനുള്ളതല്ല. ചില മത്സരങ്ങൾ മറ്റുള്ളവരെ ജയിപ്പിക്കാനുള്ളതാണ്. ചുരുക്കം ചിലത് എല്ലാവർക്കും ജയിക്കാനുള്ളതാണ്. സോ അടിവരയിട്ട് പറയുന്ന വാചകം ഇത് തന്നെയാണ്, എല്ലാ മത്സരങ്ങളും നമുക്ക് ജയിക്കുവാൻ മാത്രമുള്ളതല്ല. ചില മത്സരങ്ങൾ മറ്റുള്ളവരെ ജയിപ്പിക്കാനുള്ളതാണ്. ചുരുക്കം ചിലത് എല്ലാവർക്കും ജയിക്കുവാനുള്ളതാണ്. ഒരു ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ളതായ ഒരു മത്സരം നടക്കുകയാണ്. 5 കുട്ടികളും 100 മീറ്റേഴ്സ് റണ്ണിന് വേണ്ടിയിട്ട് ലൈനപ്പായി. റഫറി വിസിലടിച്ചു. ഈ ഓട്ടിസം ബാധിച്ച 5 കുട്ടികളും ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടി. ഇതിനിടയിൽ ഒരു കുട്ടി മാത്രം കാലിടൽ നിലത്ത് വരും. ഈ 4 കുട്ടികളും തിരിഞ്ഞു നോക്കി. അവർ പെട്ടെന്ന് തിരിഞ്ഞോടി ഈ കുട്ടിയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവർ 5 പേരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടുകയും അവർ 5 പേരും ജയിക്കുകയും ചെയ്യുന്ന ഒരു സുന്ദരമായ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഗാലറിയിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്നു. പക്ഷെ അവരാരും കൈയെടുത്തില്ല. കാരണം അവർ കണ്ണു തുടക്കുന്നതായ ഒരു തിരക്കിലായി. ഇതാണ് എല്ലാവരും ജയിക്കുന്നതായ ചില മത്സരം. ഇവിടെ യേശു ക്രിസ്തു ഏറ്റവും ആദ്യം ഈ സ്ത്രീയോട് പറയുന്നത് ഇതാണ്, നടക്കുകയല്ല എന്നാണ്. കാരണം ഞാൻ ഇസ്രായേലിലെ കാണാതെ പോയ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം വന്നതാണ് എന്ന് ഈ സ്ത്രീയെ നോക്കി പറയുകയാണ്. പിന്നീട് യേശു ക്രിസ്തു വീണ്ടും ചിന്തിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ കടന്ന് കരയുന്നത്? അത് അവളുടെ മകളുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു അവളെ ജയിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി യേശു ക്രിസ്തു കൊടുത്ത ചോദ്യമായിരുന്നു ഇത്. എന്ത്? ഞാൻ എൻ്റെ ഭക്ഷണം എടുത്ത്
നായ്ക്കൾക്ക് കൊടുക്കുകയില്ല എന്നുള്ളതായ ആ ഒരു ആൻസർ. അതിൻ്റെ ആ ഒരു ഓപ്ഷൻസിൽ, അതിലെ എക്സെപ്ഷൻസിൽ കയറി അവൾ പഠിക്കുകയും അവൾ വിജയിക്കുകയും ചെയ്യും. അങ്ങനെ യേശുക്രിസ്തു അവളെ വിജയിപ്പിക്കുകയാണ്. നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടാകും. എല്ലാ വാഗ്വാദങ്ങളും നമുക്ക് ജയിക്കുവാനുള്ളതല്ല, എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കയറി ഇടപെടേണ്ടതല്ല, എല്ലാ മെസ്സേജുകളും നമ്മൾ ആൻസർ ചെയ്യേണ്ടവയല്ല. ചില മത്സരങ്ങളിൽ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ മക്കൾക്കോ വിജയിക്കുവാനായിട്ട് നാം ഒന്ന് പിൻവാങ്ങുകയാണെങ്കിൽ അവിടെ വിജയിക്കുന്നത് നമ്മളാണെന്നുള്ളതായ ഒരു യാഥാർത്ഥ്യബോധം യേശുക്രിസ്തുവിൻ്റെ ഈ എക്സാമ്പിളിൽ നിന്നും നാം പഠിക്കേണ്ടതാണ്. യേശുക്രിസ്തു മുന്നോട്ടേക്ക് വീണ്ടും നീങ്ങുമ്പോൾ ഒരു സ്ത്രീ ആർത്തലച്ചുകൊണ്ട് വരികയാണ്. ആ സ്ത്രീ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ബ്ലീഡിംഗ് എന്നുള്ള അസുഖത്തിലൂടെ അവൾ കടന്നു പോവുകയാണ്. ലേവ്യ പുസ്തകം 15-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഒരു കാരണവശാലും വീടിന് പുറത്തിറങ്ങാൻ പാടില്ല. അവർക്ക് ആചാരാശക്തിയുള്ളവരാണ്. ആചാരാശക്തിയുള്ള സ്ത്രീകൾ വീടിന് പുറത്തിറങ്ങുകയോ മറ്റു പുരുഷന്മാരെ തൊടുവാനോ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ അവരും അശുദ്ധരാണ്. ഇത്തരമുള്ളതായ റിസർവേഷൻസ് അനുഷ്ഠാനപരമായും ആചാരപരമായുള്ളതായ റിസർവേഷൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും ഈ സ്ത്രീ ആരും കാണാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. യേശുക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം. പക്ഷെ ചെന്ന് കണ്ടപ്പോഴോ യേശുക്രിസ്തു ഒരു പുരുഷാരത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. കാനാന്യ സ്ത്രീയെ പോലെ തൻ്റെ അസുഖം വിളിച്ചു പറയുവാൻ ഈ സ്ത്രീക്ക് സാധിക്കുകയില്ല. കാരണം എന്ത് കഴിഞ്ഞാൽ ആര് കേട്ടാലും ആദ്യം ചോദിക്കാൻ എന്നോട് ആരാണ് പുറത്തു വരാൻ പറഞ്ഞത് എന്നായിരിക്കും. അതുകൊണ്ട് ഈ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നു. ഒരു രക്ഷയുമില്ല, എല്ലാ ആളുകളും ചുറ്റും നിൽക്കുകയാണ്. അവസാനം അവൾ പൊതിഞ്ഞ് കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കി. അവിടെ ആളുകളുടെ കാലിൻ്റെ ഇടയിലൂടെ ചെറിയ ഒരു സ്പേസ് അവൾ കണ്ടു. ആ കാലുകളുടെ ഇടയിലൂടെ അവൾ കൈ നീട്ടി അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പ് എന്ന് പറഞ്ഞാൽ അടിഭാഗത്ത് അങ്ങനെ തൊടുകയാണ്. യേശുക്രിസ്തു പെട്ടെന്ന് ഞെട്ടി പുറകോട്ടേക്ക് നോക്കി ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ഈ സ്ത്രീ വിറച്ചുപോയി. കാരണം അവൾ അസുഖത്തിൽ നിന്നും വിമോചിതയായിരുന്നു. അവൾ രക്ഷ പ്രാപിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ താൻ കയ്യോടെ പിടിക്കപ്പെട്ടില്ല. അവൾ തലകുനിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് ക്ഷമ യാചിച്ചു. അവൾ തൻ്റെ കഥ അവിടെ നിന്ന് ആളുകളോട് എല്ലാം പറഞ്ഞു. കേട്ടവർ മുഖത്ത് വിരൽ വെച്ചു. യേശുക്രിസ്തു ആ നിസ്സഹായ സ്ത്രീയോട് നീതിപൂർവ്വം പെരുമാറുവാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു ചെയ്തത്. അവളോട് പറഞ്ഞു, നിന്റെ അസുഖം ഭേദമായിരിക്കുന്നു, നീ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. ഈ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നാം ആയിരുന്നെങ്കിൽ നാം ആദ്യം ചോദിക്കുക എന്തായിരിക്കും? നിന്നോട് ആരാണ് ഇപ്പോൾ പുറത്തു വരാൻ പറഞ്ഞത് എന്നായിരിക്കും. ഇത്തരത്തിലുള്ളതായ ന്യായപ്രമാണത്തിൻ്റെതായ ലംഘനം, ആചാരങ്ങളുടേതായ ലംഘനം, അനുഷ്ഠാനങ്ങളുടേതായ ലംഘനം, ഇതെല്ലാം ഭേദിച്ചുകൊണ്ട് ആർക്കാണ് നിനക്ക് പുറത്തു വരുവാനുമായിട്ട് അധികാരം കൊടുത്തത് എന്നായിരിക്കും നാം ചോദിക്കുക. പക്ഷേ യേശുക്രിസ്തു നിസ്സഹായയായ ഈ സ്ത്രീയോട് നീതിപൂർവമായി പെരുമാറുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളതായ സ്ത്രീകളോട് നീതിപൂർവം പെരുമാറുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നാം കൽപ്പന ചൗളയെയും സെറീന വില്യംസിനെയും ഒക്കെ പൊക്കി പറയും. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി ഒരു സൈക്കിൾ കൊടുക്കുകയോ അതല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യുകയോ ചെയ്താൽ അവളെ പ്രൊമോട്ട് ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതിന് ഈ ഫേസ്ബുക്കിൽ ഈ സ്ത്രീകളിടുന്ന ഫോട്ടോയ്ക്ക് താഴെയുള്ള കമൻറ്റുകൾ മാത്രം നോക്കിയാൽ എത്ര വേസ്റ്റ് ആയിട്ടുള്ളതായി നമ്മുടെ മനസ്സിൻ്റെ മാലിന്യമെല്ലാം വലിച്ചെറിയുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം മാറിയിരിക്കും. നമ്മുടെ സ്ത്രീകൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഒരു സ്പീച്ച് നടത്തുകയോ എന്തിനാ അവളൊരു അഭിപ്രായം പറഞ്ഞാൽ പോലും അതിൻ്റെ താഴെ അവളെ ഇകഴ്ത്തുകയും അവളെ താഴ്ത്തിക്കെട്ടുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകളാണ് ഇന്നത്തെ പുരുഷ മേധാവിത്വം ഇടുന്നത് എന്ന് ഓർക്കുമ്പോൾ നാം മനസ്സിലാക്കുക, നിസ്സഹായരായ സ്ത്രീകളോട് നീതിപൂർവ്വം പെരുമാറുവാനുള്ളതായി യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃക നമ്മുടെ ജീവിതത്തിലും നാം അഡോപ്റ്റ് ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന് സർക്കാർ ഉദ്യോഗസ്ഥർ, പോലീസ് മേധാവികൾ, ഞങ്ങളെപ്പോലെയുള്ളതായ നീതി നിർവഹണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ എന്തിന് ഒരു ഓഫീസിൻ്റെ മേധാവിയായാൽ പോലും തൻ്റെ കീഴ് ഉദ്യോഗസ്ഥരായ സ്ത്രീകളോട് അനുഭാവപൂർവ്വം പെരുമാറുവാനുള്ളതായ ഒരു പ്രചോദനം യേശുക്രിസ്തുവിൻ്റെ ഈ കഥയിൽ നിന്നും നാം ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. യേശുക്രിസ്തു പിന്നീട് വീണ്ടും പ്രവേശിക്കുന്നത് ശമര്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ശമര്യ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ട ഒരു രാജ്യമാണ്. അവിടെ ഒരു സ്ത്രീ നിന്ന് വെള്ളം കോരുന്നുണ്ട്. ആ സ്ത്രീയുടെ അടുത്തേക്ക് യേശുക്രിസ്തു കുറച്ച് വെള്ളത്തിനായിട്ട് അപേക്ഷിക്കുകയാണ്. യേശുവിനെ കണ്ടപ്പോഴേ ആ സ്ത്രീ പിന്നോട്ടേക്ക് മാറുകയാണ്. കാരണം അവൾ ജാതിയിൽ താഴ്ന്നവളാണ്, അവൾ യഹൂദന്മാരാൽ വെറുക്കപ്പെടുന്നവളാണ്. അത്തരത്തിലുള്ളതായ ഒരാൾക്ക് വെള്ളം കൊടുക്കുവാനുള്ളതായ അർഹത അവൾക്കില്ല. പക്ഷേ യേശുക്രിസ്തു അവളെ ചേർത്ത് പിടിക്കുകയും സമഭാവനയോടുകൂടി പെരുമാറുകയും അവളിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുകയും
ചെയ്യുമ്പോൾ നാം ഓർക്കുക, നമ്മൾ ഇന്ന് നിൽക്കുന്നത് വർണ്ണവിവേചനത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ ആളുകളെ വേർതിരിക്കുകയും ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. യേശുക്രിസ്തു വീണ്ടും നിൽക്കുന്നത് ഒരു ദേവാലയത്തിലാണ്. ആ ദേവാലയത്തിൽ നേർച്ചയിടുന്നത് നോക്കിയിട്ടാണ് അവൻ നിൽക്കുന്നത്. ആ നേർച്ചയിടുമ്പോൾ വിധവയായ ഒരു സ്ത്രീ തൻ്റെ ചില്ലിക്കാശ് തൻ്റെ ഈ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് കണ്ടിട്ട് യേശുക്രിസ്തു പറയുന്നു, എല്ലാവരിലും ഏറ്റവും വലിയ കാണിക്ക അർപ്പിച്ചത് ഈ സ്ത്രീ അത്രയും. വിധവയായ സ്ത്രീയുടെ വിയർപ്പിന് യേശുക്രിസ്തു കൊടുക്കുന്ന വിലയാണ് അത് എന്ന് പറയുന്നത്. വിധവയായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ ജീവിതത്തിൽ സമ്പാദനത്തിന് ഉപയോഗിക്കുന്നത് വളരെ വലിയ അധ്വാനമാണ്. ആ അധ്വാനത്തിന് വാല്യൂ യേശുക്രിസ്തു കൽപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ പുതിയ സമൂഹത്തിലുള്ളതായ കുട്ടികൾക്ക് വാല്യൂ എന്താണ് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ സംഗതി. ഒരു കിലോ അരിക്ക് എത്ര രൂപയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ ചോറുപാത്രത്തിൽ നിന്നും താഴെ വീണ് ചവിട്ടി വെച്ച് കളയുന്നതായ ഒരു അരി എന്ന് പറയുന്നത് ഒരു കർഷകന്റെ വിയർപ്പിന്റെ വിലയാണ് എന്ന് നാം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കുടുംബത്തിലുള്ളതായ സ്നേഹത്തിന്റെ മൂല്യവും നമ്മുടെ വീട്ടിലുള്ളതായ ഭക്ഷണത്തിന്റെ സ്വാദും അറിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പുതിയ തലമുറ നേരിടുന്ന ദുരന്തം. അപ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ചതായ ആ പാഠം, വിധവയുടെ ചില്ലിക്കാശിൻ്റെ അല്ലെങ്കിൽ വിയർപ്പിന്റെ വിലയായ ചില്ലിക്കാശിന് കൊടുക്കേണ്ടതായ മൂല്യത്തെക്കുറിച്ച് നാം ഓരോരുത്തരും ബോധ്യവാന്മാരായിരിക്കണം. പിന്നീട് യേശുക്രിസ്തു വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നതായ സമയത്ത് അതിലൂടെ കടന്നു വരുന്നത് കൂനിയായ ഒരു സ്ത്രീയാണ്. കൂന എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു കൂനല്ല, ശാരീരികമായ ഒരു കൂനല്ല. ആ കൂന എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്. സ്ത്രീകളുടെ പണികൾ നോക്കിയാൽ നമുക്കറിയാം, പണ്ട് കാലത്ത് നിലത്ത് കുനിഞ്ഞു നിന്നുകൊണ്ടുള്ളതായ ജോലികളാണ്. അടുപ്പുകൾ അന്ന് നിലത്തായിരുന്നു. അടുപ്പിൽ ഭക്ഷണം വയ്ക്കുന്നത് മുതൽ, മുറ്റമടിക്കുന്നത് മുതൽ, അതല്ലെങ്കിൽ നമ്മുടെ വസ്ത്രം അലക്കുന്നത് മുതൽ, തറ മെഴുകുന്നത് മുതൽ, നമ്മൾ കൃഷി ഇറക്കുന്നത് മുതൽ, കാലാപെറുക്കുന്നത് മുതൽ, വിത്ത് വിതയ്ക്കുന്നതും നമ്മുടെ ചെടികൾ കൊയ്യുന്നതും എല്ലാം കുനിഞ്ഞു നിന്നുകൊണ്ടാണ്. അങ്ങനെ ജീവിതം മുഴുവൻ കുനിഞ്ഞു നിന്നുകൊണ്ട് ജീവിതഭാരമാകുന്ന കൂനുമായിട്ട് നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ടിട്ട് യേശുക്രിസ്തുവിന്റെ മനസ്സലിവുണ്ടായി എന്നാണ് പറയുന്നത്. ഓർക്കേണ്ട ഒരൊറ്റ കാര്യം ഇതാണ്, യേശുക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികളിലും വെച്ച് സ്വമേധയാ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത് ഇതാണ്. ആരും ആവശ്യപ്പെട്ടില്ല, ആരും ചോദിച്ചില്ല, അവൾക്ക് വേണ്ടി വാദിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അവളുടെ ആ ജീവിതഭാരത്തിന്റെ കൂന് കണ്ട് യേശുക്രിസ്തു സ്വയം മനസ്സലിഞ്ഞ് അവളുടെ കൂന് നിവർത്തി കൊടുക്കുന്നതായ ആ ഒരു മനസ്സലിവ് യേശുക്രിസ്തുവിനുണ്ടായി. അങ്ങനെ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ സ്ത്രീകളോടും സമഭാവനയോടും മനസ്സലിവോടും വളരെയധികം ഹൃദയസ്പർശായ രീതിയിൽ പെരുമാറുന്ന ഈ യേശുക്രിസ്തുവിനെ യൂതന്മാർ പിടിച്ചുകൊണ്ടുപോയത് കൊണ്ടാണ് അവന്റെ പിന്നാലെ ഈ സ്ത്രീകളെല്ലാം മറത്തലച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടിച്ചത്. അവന്റെ 12 ശിഷ്യന്മാരും ചിതറിപ്പോയപ്പോൾ അവൻ ചേർത്ത് പിടിച്ചതായ സ്ത്രീകൾ അവന്റെ പിന്നാലെ ഗോകുൽത്തായിലേക്ക് ഓടിയടക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എൻ്റെ മകനെ എങ്ങോട്ടേക്ക് പോകുന്നു, നിന്നെ എന്താണ് അവർ ചെയ്യുന്നത് എന്ന് മാറത്ത് ചങ്കിലടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവർ പിന്നാലെ ചെല്ലുകയാണ്. അവിടെ മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ഏറ്റവും അവസാനം കുരിശിലേക്ക് കയറ്റപ്പെടുവാനായിട്ട് നിൽക്കുമ്പോൾ പോലും തൻ്റെ മാതാവിനോടുള്ളതായ കരുതലും വ്യക്തമാക്കിക്കൊണ്ട് യേശുക്രിസ്തു അവിടെ നിന്നും പിന്മാറുകയാണ്. അതായത് തൻ്റെ മാതാവിനെ അനുസരിക്കണം എന്നുള്ളതായ കൽപ്പനയോടെ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച യേശുക്രിസ്തു തൻ്റെ മാതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ കരുതിക്കൊണ്ട് അവളുടെ അവസാന നിമിഷങ്ങൾ ഭദ്രമാക്കുന്നതിന് വേണ്ടി യോഹന്നാൻ സ്നാപകനെ പിടിച്ചേൽപ്പിച്ചുകൊണ്ട് അവളോടുള്ളതായ കരുതലും സ്നേഹവും പ്രകടമാക്കിക്കൊണ്ട് യേശുക്രിസ്തു കുരിശിലേക്ക് കയറുമ്പോൾ യേശുക്രിസ്തു സ്ത്രീകളോട് കാണിച്ചതായ ഈ പുതിയ സമീപനവും ഈ ഹൃദയവായ്പും നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കണം. നമ്മുടെ സ്ത്രീകളുടെ അവകാശാധികാരങ്ങളെക്കുറിച്ച് അവരുടെ അന്തസ്സിനും അഭിമാനം ചേർന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിനും അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്നതിനും നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്ന ഒരു സന്ദേശം ഈ ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുവാൻ ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇന്ന് എനിക്ക് ഈ അവസരം തന്ന ബെന്നി അച്ഛന് എല്ലാവിധ നന്ദിയും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.